ഹായ് ഓൾ, ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തിയറിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർഡിനേറ്റ് സിസ്റ്റത്തെ കുറിച്ചാണ്. ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയിൽ നമുക്ക് 3 കോർഡിനേറ്റ് സിസ്റ്റംസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അതിൽ ഒന്നാണ് റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. എക്സ്, വൈ, സെഡ്. നമ്മൾ സാധാരണ അറിയപ്പെടുന്നത് എക്സ് 3 ഡയമെൻഷണൽ ആക്സിസ്, എക്സ്, വൈ, സെഡ്. രണ്ടാമതാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം എന്നുള്ളത്. ഓക്കെ, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ കോർഡിനേറ്റ്സ് ആണ് റോ, ഫൈ, സെഡ്. ഓക്കെ, റോ, ഫൈ, സെഡ്. ചില ബുക്കിൽ ഈ റോക്ക് പകരം എന്ത് പറയാറുണ്ട്? ആർ എന്ന് പറയാറുണ്ട്. ആറ്, ഫൈ, സെഡ് എന്നും കൂടി പറയാറുണ്ട്. ഓക്കെ, റോ, ഫൈ, സെഡ് അല്ലെങ്കിൽ ആർ, ഫൈ, സെഡ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ കോർഡിനേറ്റ്സ് ആണ്. അതേപോലെ സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, ആർ, തീറ്റ, ഫൈ, ആർ, തീറ്റ, ഫൈ. ഓക്കെ, ഈ 3 കോർഡിനേറ്റ് സിസ്റ്റം റൈറ്റ് ഹാൻഡഡ് ഓർത്തോഗണൽ കോർഡിനേറ്റ് സിസ്റ്റംസ് ആണ്. ഓക്കെ, റൈറ്റ് ഹാൻഡഡ് ഓർത്തോഗണൽ കോർഡിനേറ്റ് സിസ്റ്റം. ഓർത്തോഗണൽ വെച്ചാൽ ഇത് തമ്മിലുള്ള ആംഗിൾസ് എത്രയേക്കാരം വരിക? 90 ഡിഗ്രി ആയിക്കാരം. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ക്രോസ് പ്രോഡക്റ്റ് പറഞ്ഞപ്പോൾ എക്സ് ന്ന് വൈ, വൈന്ന് സെഡ്, ഇങ്ങനത്തെ ഒരു ഡയഗ്രാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഡയഗ്രാം ആണ് എന്ത്? റൈറ്റ് ഹാൻഡഡ് ഓർത്തോഗണൽ കോർഡിനേറ്റ് സിസ്റ്റത്തെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, എക്സ് എന്ന് കഴിഞ്ഞാൽ എക്സും വൈയും ചെയ്താൽ സെഡ് കിട്ടും, വൈയും വൈ ക്രോസ് സെഡ് ചെയ്താൽ എക്സ് കിട്ടും. ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് ആരും റോ, ഫൈ, സെഡ് എന്നുള്ളതും. റോയും ഫൈയും കൂടി ക്രോസ് പ്രൊഡക്റ്റ് ചെയ്താൽ സെഡ് ആണ് കിട്ടുക. ഓക്കെ, ഫൈയും സെഡും കൂടി ക്രോസ് പ്രൊഡക്റ്റ് ചെയ്താൽ റോ ആണ് കിട്ടുക. അതേപോലെ ആർ, തീറ്റ, ഫൈ. ആറിന്ന് 90 ഡിഗ്രിയാണ് തീറ്റ, തീറ്റന്ന് 90 ഡിഗ്രിയാണ് ഫൈ, ഫൈന്ന് 90 ഡിഗ്രിയാണ് ആർ. ആറും തീറ്റയും കൂടി ക്രോസ് പ്രൊഡക്റ്റ് ചെയ്താൽ ഫൈ കിട്ടും, തീറ്റയും ഫൈയും കൂടി ക്രോസ് പ്രൊഡക്റ്റ് ചെയ്താൽ ആറ് കിട്ടും. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത്? റൈറ്റ് ഹാൻഡഡ് ഓർത്തോഗണൽ കോർഡിനേറ്റ് സിസ്റ്റംസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ പറയാറുള്ളത് 3 ഡയമെൻഷണൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു എ എന്നുള്ളൊരു പോയിന്റ് ഉണ്ടെങ്കിൽ ഇതിന് എക്സ്, വൈ, സെഡ് എന്നുള്ള 3, എക്സ് എന്നുള്ള ഡിസ്റ്റൻസ് ഉണ്ടാകും, വൈ എന്നുള്ള ഡിസ്റ്റൻസ് ഉണ്ടാകും, സെഡ് എന്നുള്ള ഡിസ്റ്റൻസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതിൽ കാർട്ടീഷ്യൻ എക്സ് ആക്സസ് നമുക്ക് എവിടെ മുതൽ -∞ മുതൽ +∞ വരെ ഇതിന്റെ ലിമിറ്റ് പോകാം. ഓക്കെ, ഇതാണ് ഇതിന്റെ ലിമിറ്റ്. ഓക്കെ, ആക്സിസ് -∞ മുതൽ +∞, വൈയും അതേപോലെ -∞ മുതൽ +∞, സെഡും അതേപോലെ -∞ മുതൽ +∞ വരെ നമുക്ക് മൂവ് ചെയ്യാം. ഇനി സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റംസ് ആണെങ്കിൽ, ഓക്കെ, ഇതാണ് ഒരു സിലിണ്ടർ. ഓക്കെ, ഒരു സിലിണ്ടർ പോലെ ആയിരിക്കും സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ഇതിൽ റോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, റോ എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടറിന്റെ റേഡിയസ് ആണ്. ഓക്കെ, സെഡ് ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ്, സെഡ് ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെഡ് ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് 0 മുതൽ ഇൻഫിനിറ്റി വരെ പറ്റുള്ളൂ. ഓക്കെ, 0 മുതൽ ഇൻഫിനിറ്റി വരെ പറ്റുള്ളൂ. ഇതാണ് ഇപ്പോൾ 0 ഇങ്ങോട്ട് പോകുള്ളൂ. നെഗറ്റീവ് ആയാൽ എന്താകും? അതും അതിന്റെ റേഡിയസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ 0 മുതൽ +∞ വരെ, അതാണ് എന്ത്? റേഡിയസിന്റെ ലിമിറ്റ്. പിന്നെ ഫൈ എന്നുള്ള ആംഗിൾ ആണ്. ഓക്കെ, ഫൈ എന്നുള്ളത് ആംഗിൾ ആണ്. അതായത് ഇത് എക്സ് ആക്സിസ് ഇത് റൊട്ടേറ്റ് ചെയ്താലാണല്ലോ ഒരു സർക്കിൾ കിട്ടുള്ളൂ. ഓക്കെ, ഒരു സർക്കിൾ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ എക്സ് ആക്സിസ് എന്നുള്ള ആംഗിൾ ആണ് എന്ത്? ഫൈ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്ത് തിരിച്ച് ഇങ്ങോട്ട് എത്താൻ മൊത്തം എത്ര ഉണ്ടാകും? 360 ഡിഗ്രി. അതായത് 0 മുതൽ 2π വരെയാണ് എന്ത്? അതിന്റെ ലിമിറ്റ് ഉണ്ടാകുക, ആംഗിളിന്റെ ലിമിറ്റ്. പിന്നെ മൂന്നാമത് R5 സെഡ്. സെഡ് എന്നുള്ളത് ഇതിന്റെ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, സോറി, ലെങ്ത് ആണ്. ഓക്കെ, ടോട്ടൽ ലെങ്ത്. അതായത് സെഡ് ആക്സിസിന്റെ അതേപോലെ -∞ മുതൽ +∞ വരെ. ഇവിടെ എന്താണ് സെഡ് ഉള്ളത്? അതേപോലെ തന്നെ -∞ മുതൽ +∞ വരെ. ഓക്കെ, അതാണ് എന്ത്? ഇതിന്റെ ലിമിറ്റ്. ഇനി മൂന്നാമതായിരുന്നു സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ 6, തീറ്റ, ഫൈ എന്നാണ്. ഓക്കെ, 6 എന്നുള്ളത് സ്ഫിയറിന്റെ റേഡിയസ്. ഓക്കെ, ഇവിടുത്തെ റോ എന്ന് നമ്മൾ പറയാറില്ലേ, അതേപോലെ സ്ഫിയറിന്റെ റേഡിയസ് ആണ് എന്ത്? 6 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 0 മുതൽ +∞ വരെ. ഓക്കെ, 0 മുതൽ +∞ വരെ. പിന്നെ രണ്ടാമതുള്ളത് തീറ്റയാണ്. തീറ്റ എന്നുള്ളത് ഇത് സ്ഫിയർ കിട്ടണമെങ്കിൽ നമുക്ക് റേഡിയസ് കിട്ടി ഈ സെഡ് ആക്സിസിനെ ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്ത് തിരിച്ച് ഇവിടെ വരെ എത്താനുള്ളത്. ഓക്കെ, തിരിച്ച് 180 ഡിഗ്രി ഏത് തിരിയുള്ളൂ? തീറ്റ തിരിയുള്ളൂ. ഓക്കെ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ വരെ. ഓക്കെ, 0 മുതൽ പൈ വരെയാണ് എന്ത്? തീറ്റന്റെ എന്തുണ്ടാവുക? ലിമിറ്റ് ഉണ്ടാകുക. ഓക്കെ, 0 മുതൽ പൈ വരെ.
ഇനി ഫൈ എന്നുള്ളത് ഇവിടെ പറഞ്ഞ അതേപോലെ തന്നെ, അതായത് എക്സ് ആക്സിസ് എന്നുള്ള റൊട്ടേഷൻ, എക്സ് ആക്സിസ് തിരിച്ച് അവിടെ വരെ എത്താനുള്ളത്. അപ്പോൾ 0 മുതൽ എന്ത് വരെ ഉണ്ടാകും? 2π വരെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഫൈ എന്നുള്ളത് ഇവിടെ എന്താണ്? സെയിം ആണ്. സെഡ് ഇവിടെ എന്താണ്? സെയിം ആണ്. റേഡിയസ് എന്താണ്? സെയിം ആണ്. ഓക്കെ, അപ്പോൾ 0 മുതൽ π വരെയാണ് ഏതുള്ളത്? തീറ്റ ഉള്ളത് എന്നത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഈ ഈ ഫീൽഡ് തിയറിയിൽ നമ്മൾ എപ്പോഴും ചെറിയ ലെങ്ത് അല്ലെങ്കിൽ ചെറിയ വോളിയം അല്ലെങ്കിൽ ചെറിയ ഏരിയ എടുത്തിട്ട് നമ്മൾ അതിന് ഇന്റഗ്രേഷൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യാറ്? വലുതാക്കാറ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇതിലിപ്പോ ഒരു ചെറിയ ലെങ്ത് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ചെറിയ ലെങ്ത് എടുക്കാം. അപ്പൊ ചെറിയ എക്സ് ആക്സിസിലെ വാല്യൂ ഉണ്ടാകും, ചെറിയ വൈ ആക്സിസിന്റെ വാല്യൂ ഉണ്ടാകും, ചെറിയ സെഡ് ആക്സിസിന്റെ വാല്യൂ ഉണ്ടാകും. അതേപോലെ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ചെറിയ ഒരു ലെങ്ത് എടുക്കാം, ഇതിലും അതേപോലെ ചെറിയ ലെങ്ത് എടുക്കുക. ഓക്കെ, അപ്പൊ അത് ലെങ്ത് എടുക്കുകയാണെങ്കിൽ റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് ചെറിയൊരു ലെങ്ത് എടുക്കുകയാണെങ്കിൽ, ലെങ്ത് ഉള്ളത് എന്താണ്? ഒരു വെക്ടറാണ്. ഓക്കെ, അപ്പോൾ ഡി എൽ എന്നുള്ളത് എന്താണ്? ഒരു വെക്ടറാണ്. അപ്പൊ അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ടാകും, ഡയറക്ഷൻ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസിൽ ഡി എൽ എന്ന് വെച്ചാൽ സ്മോൾ ലെങ്ത്. അപ്പോൾ സ്മോൾ ഡി എക്സ് എന്ന് വെച്ചാൽ എന്താ? സ്മോൾ എക്സ് ആക്സിസ് ലെങ്ത്. ഡി വൈ എന്ന് വെച്ചാൽ സ്മോൾ വൈ ആക്സിസ് ലെങ്ത്. ഡി സെഡ് എന്ന് വെച്ചാൽ സ്മോൾ സെഡ് ആക്സിസ് ലെങ്ത്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സ് ആക്സിസ് ഡയറക്ഷൻ, വൈ ആക്സിസ് ഡയറക്ഷൻ, സെഡ് ആക്സിസ് ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ ഈ റെക്ടാങ്കുലർ കോർഡിനേറ്റിൽ ഡി എൽ എന്നുള്ളത് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി എൽ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? നമ്മൾ സാധാരണ മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ ഓരോ ആക്സിസും മാഗ്നിറ്റ്യൂഡിന്റെ സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്യും. അപ്പോൾ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ സ്ക്വയർ പ്ലസ് ഡി സെഡ് സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും? അതിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. അതേപോലെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലും ഉണ്ട്, സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡി എൽ, ഇപ്പോൾ റോ ഫൈ സെഡ് എന്നായിരുന്നു. റോ എന്നുള്ളത് സാധാ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡി റോ എന്ന് പറഞ്ഞു കണ്ട് എന്ത് ചെയ്യാം? നമുക്ക് ആ സ്മോൾ ലെങ്തിനെ റെപ്രസെന്റ് ചെയ്യാം. എ റോ എന്നുള്ളത് അതിന്റെ ഡയറക്ഷൻ. ഇനി സെഡ് നോക്കുക, നമ്മളിവിടെ പറഞ്ഞത് അതേപോലെ തന്നെ സെഡ് എന്നുള്ളത് സ്മോൾ ലെങ്ത് ആണ്. അപ്പോൾ ഡി സെഡ് എ സെഡ് തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഫൈ എന്നുള്ളത് എന്താണ്? ആംഗിൾ ആണ്. ഓക്കെ, ഫൈ എന്നുള്ളത് ആംഗിൾ ആണ്. ഓക്കെ, അപ്പോൾ ഫൈ എന്നുള്ള ആംഗിൾ കാണുമ്പോൾ സ്മോൾ ലെങ്ത് എടുക്കുമ്പോൾ അതിന്റെ നമ്മൾ ആ ആക്സിസിന്റെ ലെങ്ത് ചെറിയ ഇത് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് കാണാറ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആ റേഡിയസും കൂടി നമ്മൾ മെഷർ ചെയ്യും. ഇപ്പോൾ റോ ഡി ഫൈ എന്ന് പറഞ്ഞു കണ്ടിരിക്കാം, അത് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ആംഗിൾ വരുമ്പോൾ എന്ത് വരുന്നുണ്ട്? ഒരു റോ ഡി ഫൈ എന്നുള്ളത് വരുന്നുണ്ട്. അതെന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പോൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഡി റോ എന്നാണ്. അപ്പോൾ ഡി റോന്റെ സ്ക്വയർ. ഇവിടെ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് റോ ഡി ഫൈ എന്നാണ്. അപ്പോൾ റോ ഡി ഫൈന്റെ സ്ക്വയർ. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഡി സെഡ് എന്നാണ്. അപ്പോൾ ഡി സെഡിന്റെ സ്ക്വയർ നൽകാണ്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ റൂട്ട് എടുത്താൽ ആ ടോട്ടൽ ലെങ്ത് കിട്ടും. ഇനി അതേപോലെ സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ 6 തീറ്റ ഫൈ എന്നാണ്. തീറ്റയും ഫൈയും ആംഗിൾ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഡി ആർ എ ആർ, ഇവിടെ ഡി റോ എ റോ എന്ന് പറയുന്നില്ല, അതേപോലെ തന്നെ ലെങ്ത് ഡി ആർ എ ആർ. പിന്നെ തീറ്റൻ്റെത് ഇവിടെ റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ ഇവിടെ ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ആർ ഡി തീറ്റ എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, ഇനി ഫൈ വരുവാണെങ്കിൽ എന്ത് വരും? ആർ സൈൻ തീറ്റ ഡി ഫൈ എന്നും കൂടി വരും. ഓക്കെ, മൂന്നാമത്തെ ആംഗിളിന്റെ ആർ സൈൻ തീറ്റ ഡി ഫൈ എന്നുകൊണ്ടും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ഇപ്പൊ ഇതില് ആംഗിൾ വരുമ്പോഴാണ് കുറച്ച് അഡീഷണൽ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആറിനും കൂടെ വരുന്നുണ്ട്, ഇവിടെ ആർ സൈൻ തീറ്റ ഡി ഫൈ എന്നുകൊണ്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ടോട്ടൽ ലെങ്ത് മാഗ്നിറ്റ്യൂഡ് കാണുകയാണെങ്കിൽ എന്ത് വരും? റൂട്ട് ഓഫ് ഡി ആറിന്റെ സ്ക്വയർ പ്ലസ് ഇവിടെ ആർ ഡി തീറ്റന്റെ സ്ക്വയർ പ്ലസ് ആർ സൈൻ തീറ്റ ഡി ഫൈന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാഗ്നിറ്റ്യൂഡ് വരാം. ഓക്കെ, അപ്പൊ സ്മോൾ ലെങ്ത് നമ്മൾ എന്ത് ചെയ്യും? കണ്ടെത്തി. ഓക്കെ, അപ്പൊ ഇത് കണ്ടെത്തിയത് തന്നെ കൂടുതൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാം. ഓക്കെ, അപ്പൊ ഈ 3 ഇക്വേഷൻസ് എന്ത് ചെയ്യുക? പഠിക്കാം. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇതേപോലെ വോളിയം കണ്ടെത്തും, സ്മോൾ വോളിയം. ഓക്കെ, അപ്പൊ റെക്ടാങ്കുലറിൽ സ്മോൾ വോളിയം കാണുമ്പോൾ വോളിയം എന്നുള്ളത് എന്താണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഇതിന് എന്തുണ്ടാവില്ല? ഡയറക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഇതിന്റെ ഓരോന്നിന്റെ മാഗ്നിറ്റ്യൂഡ് തമ്മിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഡി എക്സ് ഇൻറ്റു ഡി വൈ ഇൻറ്റു ഡി സെഡ് ചെയ്താൽ എന്ത് കിട്ടും? ഇതിന്റെ വോളിയം കിട്ടും. ഇനി സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ വോളിയം കാണാൻ എന്ത് ചെയ്യുക? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്സ് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഡി റോ ഇൻറ്റു റോ ഡി ഫൈ ഇൻറ്റു ഡി സെഡ് മെത്തറും വരിക. അപ്പോൾ റോ എന്നുള്ള ആദ്യം എഴുതുകയാണെങ്കിൽ റോ ഡി റോ ഡി ഫൈ
ഡി സെഡ്. ഓക്കെ, റോ d5 ഡി റോ ഡി സെഡ് എന്ന് പറഞ്ഞ കണ്ടേക്കാരം ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവുക. ഓക്കെ, ഈ 3 മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ഇവിടെ ആണെങ്കിലോ ഡി ആർ ഇൻറ്റു ആർ ഡി തീറ്റ ഇൻറ്റു ആർ സൈൻ തീറ്റ d5 എന്നുള്ളതാണ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്സ്. ഓക്കെ, അത് 3 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ ഒരു ആറും കൂടി ഉണ്ട്. അപ്പൊ ആർ സ്ക്വയർ എന്നായി. ഒരു സൈൻ തീറ്റ ഉണ്ട്, പിന്നെ ഡി ആർ ഡി തീറ്റ d5 എന്നാണ് വന്നു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, 3ലും വോളിയംസിന്റെ ഇക്വേഷൻസ് എങ്ങനെയാ വരുന്നതെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്തത് ഇപ്പോൾ വോളിയമായി ലെങ്ത് ആയി. അടുത്തത് എന്തുണ്ട്, സർഫസ് ഏരിയ ഉണ്ട്. ഓക്കെ, സർഫസ് ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു സർഫസ് ഏരിയ എന്നുള്ളത് എന്താണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, വെക്റ്റർ ക്വാണ്ടിറ്റി ആകുമ്പോൾ അതിന് എന്തുണ്ടാകും, ഡയറക്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് എക്സിന് അക്രോസ് ആയിട്ട്, ഓക്കെ, എക്സ് ആക്സിസിന് അക്രോസ് ആയിട്ട് എന്തുണ്ടാകും, ഒരു ഏരിയ ഉണ്ടാകും. വൈ ആക്സിസിന് അക്രോസ് ആയിട്ട് ഒരു ഏരിയ ഉണ്ടാവും. സെഡ് ആക്സിസിന് അക്രോസ് ആയിട്ട് എന്തുണ്ടാകും, ഒരു ഏരിയ ഉണ്ടാകും. അപ്പോൾ എക്സ് ആക്സിസിന് അക്രോസ് ആണെങ്കിൽ എ എക്സ് എന്നുള്ള ഇക്കാരം അതിന്റെ ഡയറക്ഷൻ വരാം. ഓക്കെ, വൈ ആക്സിസിനാണെങ്കിൽ എന്ത് വരും, എ വൈ എന്നേക്കാരം അതിന്റെ ഡയറക്ഷൻ വരാം. സെഡ് ആക്സിസിനാണെങ്കിൽ എ സെഡ് എന്നേക്കാരം ഡയറക്ഷൻ വരാം. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി എന്താ ചെയ്യുക, അപ്പൊ ഇത് ആണ് എക്സ് ആക്സിസ് ഉണ്ടായിരുന്നത്, എക്സിന്റെ ഡയറക്ഷൻ. ഇതല്ലാത്ത 2 ടേം ഉണ്ടല്ലോ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഡി വൈ ഇൻറ്റു ഡി സെഡ് എന്ന് വന്നു, ഇൻറ്റു എ എക്സ്. അതായിക്കാരം എക്സ് ആക്സിസുള്ള സർഫസ് ഏരിയ. ഓക്കെ, ഇനി വൈന് അക്രോസ് ഉള്ളതാണെങ്കിൽ എ വൈ എന്നുള്ളതാണ് എന്ത്, അതിന്റെ ഡയറക്ഷൻ. അപ്പൊ അതിന്റെ ബാക്കി 2 എണ്ണത്തിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഡി എക്സ് ഇൻറ്റു ഡി സെഡ്, ഡി എക്സ് ഇൻറ്റു ഡി സെഡ് എന്ന് വരും. ഇനി സെഡ് ആക്സിസിനാണെങ്കിൽ എ സെഡ് എന്നേക്കാരം വരിക. അപ്പൊ ഡി എക്സ് ഇൻറ്റു ഡി വൈ എന്നേക്കാരം എന്ത് വരിക, ഇവിടുത്തെ മൾട്ടിപ്ലൈ ആയിട്ട് വരിക. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇവിടെ ഇതിലാണെങ്കിലോ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സിൽ എ റോ എന്നുള്ള ഡയറക്ഷൻ ഉണ്ടാവും, എ ഫൈവ് എന്നുള്ള ഡയറക്ഷൻ ഉണ്ടാവും, എ സെഡ് എന്നുള്ള ഡയറക്ഷനിൽ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എ റോ എന്നുള്ള ഡയറക്ഷനിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ അല്ലാത്ത 2 മാഗ്നിറ്റ്യൂഡ് ഉണ്ടല്ലോ, റോ ഡി ഫൈവും ഡി സെഡും കൂടി എന്താ ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. റോ ഡി ഫൈവ് ഡി സെഡ് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ എ റോ എന്ന് പറഞ്ഞാൽ, ഓക്കെ, എ റോ എന്നുള്ള ഇക്കാരം അതിന്റെ ഡയറക്ഷൻ ഉണ്ടാവുക. ഇനി ഡി എസ് ഫൈവ്, ഓക്കെ, ഇതാണ്. അപ്പോൾ എ ഫൈവിന്റെ അക്രോസ് ഇക്കാരം അത് ഉണ്ടാവുക. എ ഫൈവിന്റെ അക്രോസ് ആണെങ്കിൽ ഡി റോ ഡി സെഡ് എന്നുള്ള ഇക്കാരം അതിന്റെ മാഗ്നിറ്റ്യൂഡ്സ്. ഓക്കെ, എ സെഡ് ആണെങ്കിൽ എന്ത് വരും, റോ ഡി ഫൈവ് ഡി റോ തന്നെയാണ്. ഓക്കെ, റോ ഡി റോ ഡി ഫൈവ് എ സെഡ് എന്നുള്ള ഇക്കാരം ഇതിന്റെ ഡയറക്ഷൻ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഇവിടെയും ഡി എസ് ആർ. ഡി എസ് ആർ എന്ന് വെച്ചാൽ എ ആറിന്റെ ഡയറക്ഷനിലാണ്. അപ്പൊ ആർ ഡി തീറ്റയും ആർ സൈൻ തീറ്റ ഡി ഫൈവും കൂടി എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈവ് എ ആർ എന്ന് വരും. ഇനി ഡി എസ് തീറ്റ എന്നാണെങ്കിൽ ഇതിന്റെ ഡയറക്ഷനാണ്. അപ്പൊ ഈ മാഗ്നിറ്റ്യൂഡും ഈ മാഗ്നിറ്റ്യൂഡ്സും കൂടി എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ആർ സൈൻ തീറ്റ ഡി ആർ ഡി ഫൈവ് എ തീറ്റ എന്നുള്ളത്. അതേപോലെ ഡി എസ് ഫൈവ് എന്നുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് ഈ ഫസ്റ്റ് ഈ ലെങ്ത് ആള് മനസ്സിലാക്കുക. വോളിയം എങ്ങനെ കാണുക, സർഫസ് ഏരിയ എങ്ങനെ കാണുക എന്നുള്ളത് എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ചെയ്യാം, ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ വോളിയം വി ഓഫ് എ സിലിണ്ടർ ഓഫ് റേഡിയസ് ആർ ആൻഡ് ലെങ്ത് എൽ. സിലിണ്ടറിന്റെ റേഡിയസ് വോളിയം കാണാനാണ് ചോദിച്ചത്. റേഡിയസ് ആർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ലെങ്ത് എൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടല്ലോ. ഓക്കെ, സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആണ് നമ്മൾ പറഞ്ഞത്, റോ ഫൈവ് സെഡ് എന്നുള്ളത്. ഓക്കെ, ഇതില് വോളിയം കാണാനാണ് ചോദിച്ചത്. അപ്പോൾ വോളിയത്തിന്റെ ഇക്വേഷൻ ആണ് എന്ത്, ഇത്. അപ്പോൾ ഡി വി ആണ് എന്ത്, ഇത്. അപ്പോൾ വോളിയം കാണണമെങ്കിൽ ഇതിന് എന്ത് ചെയ്യണം, ഇന്റഗ്രേഷൻ ചെയ്യണം. ഓക്കെ, ഇതിനെ ഇന്റഗ്രേഷൻ ചെയ്യണം. അപ്പോൾ ഇതിനെ ഇന്റഗ്രേഷൻ ചെയ്താൽ ഈ ഭാഗത്ത് വി കിട്ടി. ഇവിടെ എന്ത് ചെയ്യണം, ഡി ഫൈവ് ഡി റോ ഡി സെഡ് തന്നെയാണ്, ഡി സെഡ് തന്നെയാണ് 3 ഉണ്ട്. അപ്പൊ ആ 3ന് എന്ത് ചെയ്യണം, ഇന്റഗ്രേഷൻ വരുമ്പോൾ ഇവിടെ എന്ത് വരും, ട്രിപ്പിൾ ഇന്റഗ്രേഷൻ വരും. റോ ഡി ഫൈവ് ഡി റോ ഡി സെഡ് തന്നെ വേണ്ടേ. ഓക്കെ, ഇനി എന്തിന് ലിമിറ്റ് കൊടുക്കണം. ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 മുതൽ റേഡിയസ് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ് എന്ത് ശരിക്കും ലിമിറ്റ് ഉള്ളത്. പക്ഷെ ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, റേഡിയസ് 6 ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ 0 മുതൽ 6 വരെ എന്ത് ചെയ്താൽ മതി, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഏതിനെ, ഡി റോ എന്നുള്ളത്. ഓക്കെ, റോ എന്നുള്ളതിനെ 6 വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. പിന്നെ ആംഗിളിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ 0 മുതൽ 2π വരെ അതിന് എന്ത് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക. പിന്നെ ഇതിന്റെ ലെങ്ത് പറഞ്ഞത് എന്താണ്,
0 മുതൽ എൽ എന്നുള്ള ഡിസ്റ്റൻസ്, അതാണ് ലെങ്ത് പറഞ്ഞിട്ടുള്ളത്. ലെങ്ത് എൽ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 0 മുതൽ എൽ വരെ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. 0 മുതൽ എൽ വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഏതിനെ? ഡി സെഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഇന്റഗ്രേഷൻ ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് ഡി വി എന്നുള്ളത് ആർ ഡി ആർ ഡി ഫൈവ് ഡി സെഡ്. റോക്ക് പകരം ഇവിടെ എന്താണ്? ആർ എന്നാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 0 മുതൽ ആർ വരെ, 0 മുതൽ 2π വരെ, 0 മുതൽ എൽ വരെ റോ ഡി ആർ ഡി ഫൈവ് ഡി സെഡിനെ ആർ ഡി ആർ ഡി ഫൈവ് ഡി സെഡ് എന്നാണ് റെപ്രസെന്റ് ചെയ്തു. ആർ ഡി ആർ എന്നുണ്ട്. ഓക്കെ, അപ്പൊ ആറിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ആർ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. അതിന് ലിമിറ്റ് 0 മുതൽ ആർ വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആർ സ്ക്വയർ മൈനസ് 0 സ്ക്വയർ ബൈ 2, അതായത് ആർ സ്ക്വയർ ബൈ 2 എന്നുള്ള ഒരു ടേം കിട്ടി. ഓക്കെ, പിന്നെ ഇവിടെ ഡി ഫൈവ് എന്നുള്ളതും ഡി സെഡ് എന്നുള്ളതും. ഫൈൻ്റെ ഒരു ടേമും ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ ഫൈൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പോൾ 1നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടും? 5 എന്ന് കിട്ടും. ഓക്കെ, 1നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ 5 എന്ന് കിട്ടും. അപ്പോൾ ഫൈന് ലിമിറ്റ് 0 മുതൽ 2π വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ 2π മൈനസ് 0 വരുമ്പോൾ 2π ഇൻറ്റു ആർ സ്ക്വയർ ബൈ 2 എന്നുള്ള വാല്യൂ കിട്ടും. പിന്നെ ഡി സെഡിനെ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പോഴും മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഓക്കെ, അപ്പോൾ 1നെ ഇന്റഗ്രേറ്റ് സെഡ് എന്നുള്ള വാല്യൂ കിട്ടും. സെഡിന് ലിമിറ്റ് 0 മുതൽ എൽ വരെ കൊടുത്തു. അപ്പോൾ എന്താ വരും? എൽ മൈനസ് 0 എന്ന് വരും. അപ്പോൾ 2 ഈ 2 കൂടി ക്യാൻസൽ ആയി പോയി 5r സ്ക്വയർ എൽ എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, ഇതാണ് എന്ത്? വോളിയം ഓഫ് സിലിണ്ടർ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഇന്റഗ്രേഷൻ ഒന്ന് ചെയ്ത് നോക്കുക. മറ്റേ കൺസെപ്റ്റ് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലെ എന്താ ചെയ്യാം? യൂസിങ് സ്ഫെറിക്കൽ കോർഡിനേറ്റ് ഷോ ദാറ്റ് ദ വോളിയം വി ഓഫ് സ്ഫിയർ ഓഫ് റേഡിയസ് ആർ ഈസ് ഗിവൺ ബൈ വി ഈസ് ഈക്വൽ ടു 4/3 πr ക്യൂബ്. ഓക്കെ, ഒരു പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിൽ ഓക്കെ സ്ഫിയറിന്റെ വോളിയം കാണാം. ഓക്കെ, അപ്പോൾ സ്ഫിയർ എന്നുള്ളത് ഇതാണ്. സ്ഫിയറിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ ആണ് എന്ത്? ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി ആർ ഡി തീറ്റ ഡി ഫൈവ് എന്നുള്ളത്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്സ് എന്താ ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് ലിമിറ്റ് കൊടുക്കണ്ടേ? ലിമിറ്റ് കൊടുക്കുമ്പോൾ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? റേഡിയസ് ആറാന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ റേഡിയസിന്റെ ലിമിറ്റ് എന്തായിക്കാരം വരിക? 0 മുതൽ 6 വരെ ആയിക്കാരം വരിക. ഓക്കെ, അപ്പൊ ഇതിന് 3 ഇന്റഗ്രേഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ 3 ഇന്റഗ്രേഷനിൽ ഒന്ന് 0 മുതൽ 6 വരെ ആയിക്കാരം ഉണ്ടാവുക. ആംഗിള് തീറ്റ എന്നുള്ളത് 0 മുതൽ π വരെ. പിന്നെ ആംഗിള് 5 എന്നുള്ളത് 0 മുതൽ 2π വരെ. ഓക്കെ, ഇത് π ആണ്, ഇത് തീറ്റയാണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. നോക്കുകയാണെങ്കിൽ ഡി വി ഇസ് ടു ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി ആർ ഡി തീറ്റ ഡി ഫൈവ് എന്നാണ്. 0 മുതൽ 6 വരെ, 0 മുതൽ π വരെ, 0 മുതൽ 2π വരെ. ആർ സ്ക്വയർ ഡി ആർ എന്നുണ്ട്. ഓക്കെ, ആർ സ്ക്വയർ ഡി ആറിന് ചെയ്താൽ വിത്ത് റെസ്പെക്ട് ടു ഡി ആർ എച്ച് ചെയ്താൽ ആർ ക്യൂബ് ബൈ 3 എന്ന് കിട്ടി. ഓക്കെ, ലിമിറ്റ് 0 മുതൽ 6 വരെ കൊടുത്തു. അപ്പൊ ആർ ക്യൂബ് ബൈ 3 എന്ന് പറഞ്ഞാണ്ട് കിട്ടി. പിന്നെ സൈൻ തീറ്റ ഡി തീറ്റ എന്നുള്ള ഒരു ടേം ഉണ്ട്. ഓക്കെ, സൈനിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടും. ഓക്കെ, തീറ്റൻ്റെത് ഏതാണ്? ഈ വാല്യൂ ആണ്. തീറ്റന്റെ ലിമിറ്റ് 0 മുതൽ π എന്നാണ്. 0 മുതൽ π വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ മൈനസ് കോസ് പൈ മൈനസ് മൈനസ് ഓഫ് കോസ് 0 എന്നുള്ള ടേം കിട്ടി. ഓക്കെ, മൈനസ് കോസ് പൈ എന്ന് വെച്ചാൽ -1 ആണ്. മൈനസ് കോസ് 0ന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ -1. ഓക്കെ, അത് ചെയ്ത് നോക്കുക. അപ്പൊ എത്ര കിട്ടണമെന്ന് നോക്കുക. 2 എന്നുള്ള വാല്യൂ കിട്ടി. പിന്നെ ബാക്കി ഇവിടെ എന്താ ഉണ്ടായിരുന്നത്? ഒരു ഡി ഫൈവ് എന്നുള്ളതാണ്. ഫൈൻ്റെ ഏതും ഒരു വാല്യൂ ഇല്ല. അപ്പോൾ ഫൈവ് എന്നുള്ളത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഫൈനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? 5 എന്നുള്ള വാല്യൂ കിട്ടും. ലിമിറ്റ് 0 മുതൽ 2π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 2π മൈനസ് 0. അപ്പോൾ ആർ ക്യൂബ് ബൈ 3 എന്നുണ്ട്. ഇത് ചെയ്താൽ 2 എന്നുള്ള വാല്യൂ കിട്ടും. ഇവിടെ 2π എന്നുള്ള വാല്യൂ കിട്ടി. അപ്പൊ ഇതിൽ ചെയ്താൽ 4π ആർ ക്യൂബ് ബൈ 3 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കും. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ദ സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ ഓഫ് റേഡിയസ് ആർ ബൈ ഇന്റഗ്രേഷൻ. ഓക്കെ, ഏതാണ് സ്ഫിയറിന്റെ റേഡിയസ്? സ്ഫിയറിന്റെ സർഫസ് ഏരിയ ആണ് കാണാൻ പറഞ്ഞത്. ഓക്കെ, സ്ഫിയറിന്റെ സർഫസ് ഏരിയ. അപ്പോൾ സർഫസ് ഏരിയന്റെ ഇക്വേഷൻസ് ഈ 3 ഇക്വേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തം സർഫസ് ഏരിയ എന്ന് വെച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? ഇതിന്റെ ടോട്ടൽ ആണ് വേണ്ടത്. അതായത് ആറിന് അക്രോസ് ഉള്ളതാണ്. ഓക്കെ, ആറിന് അക്രോസ് ഉള്ളതാണ്. ആറിന് അക്രോസ് എന്നുള്ളത് ഏത് ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്? ഈ ഇക്വേഷൻ ആണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്താൽ മതി? മാഗ്നിറ്റ്യൂഡ് കണ്ടാൽ മതി.
ഓക്കെ, മാഗ്നിറ്റ്യൂഡ് കണ്ടാൽ മതി. ലാസ്റ്റ് എന്ത് ചെയ്യാം, അത് ഏതാണ് ആറിന് അക്രോസ് ആണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഇതിനെ ലിമിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഡി തീറ്റയും ഡി ഫൈയും ആണ്. ഓക്കെ, ഡി തീറ്റ എന്നുള്ളതും ഡി ഫൈ എന്നുള്ളതുമാണ് എന്ത് ഇവിടെ ഇന്റഗ്രേഷൻ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, ഡബിൾ ഇന്റഗ്രേഷൻ കൊടുത്താൽ മതി. ഓക്കെ, ഇതിന് എന്ത് ചെയ്താൽ മതി, ഡബിൾ ഇന്റഗ്രേഷൻ കൊടുത്താൽ മതി. തീറ്റന്റെ ലിമിറ്റ് എന്താണ്, 0 മുതൽ പൈ വരെയാണ്. ഫൈന്റെ ലിമിറ്റ് 0 മുതൽ 2π വരെയാണ്. ഓക്കെ, ഇത്രയും മാത്രം കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് ആർ സ്ക്വയർ എന്നുള്ള കോൺസ്റ്റന്റ് ആണ്. സൈൻ തീറ്റനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, പിന്നെ ഡി ഫൈനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇതൊക്കെ തീറ്റനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 മുതൽ പൈ എന്നുള്ള ലിമിറ്റ് കൊടുക്കുക, പൈനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 മുതൽ 2π എന്നുള്ള ലിമിറ്റും കൊടുക്കുക. ഓക്കെ, അപ്പൊ ചെയ്യുമ്പോൾ ഡി എസ് ആർ കൺസിഡർ ദ ഡിഫറൻഷ്യൽ സർഫേസ് ഏരിയ നോർമൽ ടു ദ ആർ ഡയറക്ഷൻ. ഓക്കെ, ആർ ഡയറക്ഷനിൽ അക്രോസ് ഉള്ളതാണ്. അപ്പൊ ഡി എസ് ആർ എന്നുള്ളത് ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ എന്നുള്ളതാണ്. ലിമിറ്റ് 0 മുതൽ പൈ വരെ, 0 മുതൽ 2π വരെ. ഓക്കെ, ആർ സ്ക്വയർ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാപിറ്റൽ ആർ ആണെന്ന്. അപ്പൊ ഈ ആറിന് ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്ന് കൊടുത്തു. സൈൻ തീറ്റനെ ചെയ്തപ്പോൾ മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടി. നേരത്തെ ചെയ്തിരുന്ന അതേ മോഡൽ 0 to π. ഫൈനെ ചെയ്താൽ വിത്ത് ഫൈ എന്ന് കിട്ടി 0 മുതൽ 2π എന്നുള്ള വാല്യൂ. ഓക്കെ, അപ്പോൾ അത് വാല്യൂ ചെയ്ത് നോക്കിയപ്പോൾ എന്ത് കിട്ടി, 4π ആർ സ്ക്വയർ എന്നുള്ള വാല്യൂ ആണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അപ്പോൾ നിങ്ങൾ ശരിക്കും കാണാതെ പഠിക്കേണ്ടത് എന്താണ്, നമ്മുടെ ഫസ്റ്റ് പറഞ്ഞ ഈ ഡിഫറൻഷ്യൽ ലെങ്ത് ഉണ്ടല്ലോ, ഡിഫറൻഷ്യൽ ലെങ്ത്തുകളെ ആ ഇക്വേഷൻസ് ഡി എക്സ് ഡി വൈ ഡി സെഡ്, ഇവിടെ ഡി റോ, ഇവിടെ ഡി സെഡ്, ഇവിടെ റോ ഡി ഫൈ എന്ന് വന്നു. പിന്നെ ഡി ആർ, ആർ ഡി തീറ്റ, ആർ സൈൻ തീറ്റ ഡി ഫൈ എന്നുള്ളത് വന്നു. ഓക്കെ, അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ അങ്ങനെ കാണുക. വോളിയം വരികയാണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ്സ് തമ്മിൽ എന്താ ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഏരിയ കാണുകയാണെങ്കിൽ ഏതിന് അക്രോസ് ആണ് അതിന്റെ അല്ലാത്ത മാഗ്നിറ്റ്യൂഡ്സ് തമ്മിൽ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.